ആരാ ഇത്? അതെ, ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. നീ വരുന്നില്ല? നീ എന്താ ഒന്നും പറയാത്തെ? നിനക്ക് എന്നെ പോലെ ചെവി കേക്കില്ല? എന്താ നിന്റെ പേര്? നിന്റെ പേര് ഗീത, എന്റെ പേര് വാണി. ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സാ. നിന്റെ അച്ഛനമ്മയ്ക്ക് എന്താ പറ്റിയത്? അയ്യോ പാവം. ആ ദൈവത്തിനെ എല്ലാം അറിയാം. അതുകൊണ്ടാ നമ്മൾ രണ്ടുപേരെയും ഒരുമിപ്പിച്ചത്. എനിക്ക് ചെവി കേൾക്കില്ല, നിനക്ക് സംസാരിക്കാൻ പറ്റില്ല. നിന്റെ സൈൻ ലാംഗ്വേജ് ഞാൻ മനസ്സിലാക്കി. നമ്മുടെ രണ്ടുപേരുടെയും ഒരേ ഭാഷയാ. ഇന്ന് മുതൽ ഗീത, വാണി രണ്ടുപേരും ഒന്ന് തന്നെയാ. നീ എന്തെങ്ങനെ ഇരിക്കുന്നെ? നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയുണ്ട്. കഴിക്ക് കഴിക്ക് കഴിക്ക്. ഇഷ്ടപ്പെട്ടോ? ഗീത, എന്നെ പിടിക്ക്. ചേച്ചി ചേച്ചി, നിങ്ങളെ വാർഡൻ വിളിക്കുന്നുണ്ട്. നീ എന്താ പറയുന്നെന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലാകുന്നില്ലേ? ഒരു മിനിറ്റ്. വേണ്ട സർ, മെനഞ്ഞാന്ന് തൊട്ട് എനിക്ക് നല്ല വയറുവേദനയാണ്. എന്തിനടി നീയും കൂടി വന്നേ? അവള് നിന്റെ ഫ്രണ്ട് അല്ലേ? എന്തെങ്കിലും ഒരു ദിവസം നീ ഇതുപോലെ വരണം. ഭ്രാന്തന്നോ? എന്നെ ഒന്നോട് നീ ഭ്രാന്താന്ന് വിളിക്കുന്നേ? അവന്മാരെയൊന്നും അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഞാനാണെങ്കിൽ അടിച്ച് ചവിട്ടി മെതിച്ചാനേ അവരെയൊക്കെ. പ്രശ്നാന്നോ? എന്താ കാര്യം? എന്താ സാറേ, ഡയറക്ടറാൻ ചാൻസ് കിട്ടാതെ കൊണ്ട് ഇവിടെ ഒന്ന് ചേരാൻ തീരുമാനിച്ചാ? എടാ, എന്റെ സ്ഥാനത്ത് നീ വന്ന് കേറാന്ന് വിചാരിച്ചല്ലേ? പിന്നെന്തിനാ സാർ ഇവിടെ വന്നേ? എടാ, അനാഥ പിള്ളേരുടെ ആക്ടിവിറ്റീസ് സീക്രട്ട് ആയി ഷൂട്ട് ചെയ്ത് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു വന്നാടാ. സാറേ, പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്ത് അകത്തെന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാലോ? വേണ്ടാത്തൊന്നും പറയണ്ട. ചെറിയ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. യു ജസ്റ്റ് ഫോളോ മീ. ആക്ഷൻ. എടാ, നീ ഇതൊന്ന് വന്ന് നോക്കിയേ. അനാഥ കുട്ടികളുടെ ആശ്രമം എത്ര ഭംഗിയായ വെച്ചിരിക്കുന്നെന്ന്. ആഹാ, ഇങ്ങോട്ട് നോക്ക്. ഷൂട്ട് ചെയ്യ. ഒരു ചെറിയ കുട്ടി ഇവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കടാ. ഇനി അങ്ങോട്ട് പാൻ ചെയ്യ. വാവ്, ബ്യൂട്ടിഫുൾ ലെഗ്സ്. അങ്ങനെ ടിൽ ചെയ്യ. ആ, അങ്ങനെ തന്നെ. എന്റെ ദൈവമേ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫേസ്. എടാ, എന്റെ ഇടതുഭാഗത്ത് ഹൃദയം വേദനിക്കാൻ തുടങ്ങിയടാ. വയസ്സായില്ലേ സാർ, അതൊക്കെ ഉണ്ടാവുന്നേ. എടാ, ഈ ചെമ്പകപ്പൂവിന്റെ ഒപ്പം ചേരാൻ
ഒരു മുല്ലപ്പൂ റെഡി ആയിരിക്കാടാ. അവള് മുല്ലപ്പൂവാണ്, പക്ഷെ നിങ്ങൾ ഉണങ്ങിപ്പോയ അരയല്ലേ. നീ പറയുന്നൊക്കെ ഞാൻ കേട്ടു. മര്യാദക്ക് ഫോക്കസ് ചെയ്യ. ഇനി നേരെ മുകളിലേക്ക് കൊണ്ടുപോ. ആരാ നിങ്ങള്? എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ചെമ്പകാക്ഷൻ, സിനിമ ഡയറക്ടറാ. ഇവൻ എന്റെ സ്വന്തം അസിസ്റ്റന്റ്. ഡയറക്ടർ ആണെങ്കിൽ താടി ഉണ്ടാകണ്ടേ? എന്റെ ഡാഡിക്ക് താടി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ താടി വെക്കാത്തെ. നീ ഇപ്പൊ ഇരുന്ന് പഠിക്കേ. അറിയില്ല. ഹലോ, ഇവക്ക് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നാ ചോദിക്കുന്നത്. സോറി ട്ടോ. ഈ കുട്ടികളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഷൂട്ട് ചെയ്ത് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു വന്നതാ. അത് പിന്നെ ഒന്നും മനസ്സിലായില്ല. എന്താ പറയണമെന്ന് പറഞ്ഞ വളരെ സൗകര്യമായിരുന്നു. എന്താ പറയുന്നേ? നിങ്ങളെ പോലത്തെ ആളുകൾ ഇവിടെ വന്നിട്ട് അമ്മ എവിടെ, അച്ഛൻ എവിടെ എന്നൊരു 1000 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോയി കളയും. എന്നിട്ട് കുട്ടികൾ അതും ഓർത്ത് വിഷമിക്കുകയും ചെയ്യും. അങ്ങനത്തെ ആൾക്കാരല്ലേ ഞങ്ങള്. എന്താ നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് ഉപയോഗമുള്ളതായിരിക്കണം, അല്ലാതെ അത് ഉപദ്രവമാവരുത്. ഞങ്ങൾ അവർക്ക് എന്റർടൈൻമെന്റാ കൊടുക്കുന്നേ. സോറി സിസ്റ്റർ, നിങ്ങൾ ദേഷ്യത്തിലാന്നാ തോന്നുന്നത്. ഞങ്ങൾ ഇറങ്ങാ. ബായ്. എവിടെ നോക്കി നിൽക്കടാ. എന്നാ ഞങ്ങളങ്ങോട്ട്. രാഹുകാലത്താ വന്ന. ഇങ്ങോട്ട് നോക്കുമോളെ. അകത്ത് കണ്ണാടിയിട്ടുള്ള ചേച്ചിയുടെ പേരെന്താ? വാണി ചേച്ചി. വാണി. അവള് വാണി, ഞാൻ ചെമ്പകാക്ഷൻ. ഞങ്ങള് തമ്മിൽ ചേർന്നാ. പിന്നെന്താ, ചേർന്ന് കഴിഞ്ഞാൽ കാര്യം പോകാ. എടാ, നിന്റെ മൈൻഡ് വോയിസ് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. നടക്കടാ. ജയിലർ വരാൻ പറഞ്ഞില്ലേ? സമയായി, നമുക്ക് പോവാം. ഞങ്ങളുടെ കൂടെ വരുന്നോ? വരാം. അച്ഛന്റെ അമ്മ. അമ്മേ. എന്റെ മോളെ. ലക്ഷ്മി, ഇതാണ് ഗീത. അമ്മ അനാഥാശ്രമത്തിൽ നിന്ന് വന്നതാണ്. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾ പുറത്തേക്ക് വരുന്നത് വരെ കുട്ടിയെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഒരു പെണ്ണും ചെയ്യാത്ത തെറ്റെല്ലാം ഞാൻ ചെയ്തു. എന്റെ ഭർത്താവിനെ ഞാൻ തന്നെ കൊന്നു. ഞാൻ ചെയ്ത തെറ്റ് കാരണം എന്റെ മോളിപ്പോ കഷ്ടപ്പെടുന്നു. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചോളാം. നീ അവരുടെ കൂടെ പോ മോളെ. അമ്മയോ? നീ പോയിട്ട് ഗീത ചേച്ചിയുടെ കൂടെ കളിക്ക്. ഞാൻ വരാം. പ്രോമിസ്. നദിയേ പോലെ ജീവിതം വിധിയെ തേടും പാരിടും വാടുന്നതെന്തു മനസ്സ് വാഴുന്നതിന്ന തപസ് ഇനി വിജയമാക്കിടാം. വാണോളം നാം ഇന്ന് വാണിടേണം, ഉയരങ്ങൾ നാം കീഴടക്കിടണം, മുത്തുക്കൾ പോലെന്നും മിന്നിടണം, മുന്നേറ്റം കണ്ടിടണം. ദേശത്തിനായി കൈകോർത്തിടാം, ആനന്ദമായി നാം വാണിടാം. നദിയെ പോലെ ജീവിതം വിധിയെ തേടും പാരിടും.
വളർന്നിടും കരങ്ങളെ കരുത്ത് പകരാൻ ഉണവേക് നന്മ നിറയട്ടെ മനങ്ങളിൽ ജാതി മതഭേദം വേണ്ടേ വേണ്ട